ബീഫ് കൊണ്ട് തയ്യാറാക്കുന്ന ഒരു ബീഫ് വരട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും പത്തിരിയുടെയും ഒക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 സവാള, അതുപോലെ തന്നെ 1/2 കപ്പ് ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, കറിവേപ്പില, അതുപോലെ തന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ബീഫ് നല്ല പോലെ വേവണം കേട്ടോ. അപ്പോൾ ബീഫ് വേവുന്ന സമയം കൊണ്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഫ്രഷായിട്ട് ചതച്ചെടുത്തതാണ് കേട്ടോ, അതെടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ 1 കപ്പ് ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത്, ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് 1 സവാള കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വലിയ സവാള കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുവന്നുള്ളി കുറച്ചും കൂടി കൂടുതൽ എടുക്കണമെങ്കിൽ സവാള എടുക്കേണ്ട ആവശ്യമില്ല, ചുവന്നുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ്, ഈ ഒരു മസാലയിലോട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. നമുക്ക് സവാളയൊക്കെ നല്ല പോലെ ഒന്ന് വാടി വരണം കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ഇതിലോട്ടുള്ള മസാല ഞാൻ മലയിൽ മീറ്റ് മസാലയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇതുണ്ടെങ്കിൽ ഇത് മാത്രം ഇട്ടാൽ മതി. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ പൗഡറുകളും ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഈ മലയിൽ മസാല ഒന്ന് പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് കേട്ടോ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ചൂടാക്കി മസാല ചേർക്കുമ്പോൾ ബീഫിന് നല്ല പ്രത്യേക ടേസ്റ്റാണ്. ഇനി 2 തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് ഞാൻ വീണ്ടും ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇതുപോലെ നല്ല പോലെ തക്കാളിയും ഉള്ളിയൊക്കെ നല്ല പോലെ വെന്ത് വറ്റി വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. ബീഫ് പ്രത്യേകം പറയുകയാണെങ്കിൽ നല്ല പോലെ വേവണം കേട്ടോ. ഓരോരോ കുക്കറിനനുസരിച്ചും ബീഫിനനുസരിച്ചും ഇരിക്കും ബീഫിൻ്റെ വേവ്. ഇത് ഞാൻ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 4 വിസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ, നല്ല പോലെ വെന്ത് ഇതായിട്ടുണ്ട്. ബീഫ് വേവുമ്പോഴാണ് ബീഫിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇത് ഇതിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ബീഫിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ, അത്രയും സമയം കുക്കറിൽ കിടുന്നത് കൊണ്ട് തന്നെ കൂടുതൽ വെള്ളമൊന്നും വറ്റിച്ചെടുക്കാനില്ല. ഇനി നമുക്കിത് നല്ലപോലെ ഡ്രൈ ആക്കി ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇതുപോലെ കുറച്ച് ലൂസിൽ നമുക്ക് ചപ്പാത്തിയിലോട്ടും പത്തിരിയിലോട്ടൊക്കെ കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ മല്ലിയിലയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ഇട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവിന് കുരുമുളക് പൊടി നമുക്ക് ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് വിളമ്പുന്ന സമയത്ത് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൗഡറും കൂടി ഇട്ടിട്ട് വേണം കേട്ടോ അത് സെർവ് ചെയ്യാനും. അപ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ഇതെല്ലാത്തിൻ്റെ കൂടെ സെർവ് ചെയ്യാനും സൈഡ് ഡിഷായിട്ട് ബിരിയാണീൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടി വറ്റിച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതിയിട്ട്. അപ്പോൾ ഒന്ന് വേറെ ടേസ്റ്റാണ്. നെയ്ച്ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ സെർവ് ചെയ്യാം. ഞാനത് നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രേവിയോട് കൂടെയാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. ഇനി ബീഫ് കിട്ടുന്ന സമയത്ത് ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.